ഹായ് ഫ്രണ്ട്സ്, ഇടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിനിതയാണ്. ഞാൻ പഴുത്തയൊക്കെ കിട്ടിയപ്പോൾ പായസം വയ്ക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുകയാണ്. ഒരു 10-15 ചോളയുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇതാ തേങ്ങാപ്പാലിവിടെ ഒന്നാം പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്നാം പാൽ, രണ്ടാം പാലും 2 പാലേ എടുത്തിട്ടുള്ളൂ. നെയ്യ്, ശർക്കരപ്പാനി, കുറച്ച് അവൽ, നൈസായിട്ടുള്ളൊരു അവലുണ്ടല്ലോ, കട്ടിയുള്ളതല്ല, അണ്ടിപ്പരിപ്പ്, നാളികേരം, കുറച്ച് എള്ള കേട്ടോ. ഏലക്കയും ജീരകവും ചുക്കും കൂടെ ഞാൻ ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. വാസന പോകണ്ടാച്ചിട്ട് മിക്സിയുടെ ഇതിൽ തന്നെ അടച്ച് വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ഈ ചക്ക ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. വളരെ നൈസായിട്ട് ഈ ചക്കയുടെ ചുള ഇങ്ങനെ നുറുക്കി എടുക്കണം. എന്നിട്ട് വേണം അത് നമുക്ക് നെയ്യിൽ വഴറ്റിയിട്ട് ശർക്കരപ്പാനിയിൽ വേവിക്കാൻ. ഓക്കെ, ഞാനിതൊന്ന് അരിഞ്ഞെടുത്തിട്ട് കാണിച്ചു തരാം. നമ്മൾ ഉരുളി അടുപ്പത്ത് വെച്ച് ഉരുളി ചൂടായിട്ടുണ്ട്. അപ്പോൾ എന്താ നൈസായിട്ട് അരിഞ്ഞിട്ടുള്ള ചക്ക അതിലേക്ക് ഇട്ടു. ഞാനത് എടുത്തപ്പോഴെൻ്റെ മൈക്ക് ഓണല്ലാത്തതുകൊണ്ട് രണ്ടാമത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരികയാണ് കേട്ടോ. അത് പിന്നെ നോക്കുമ്പോൾ അത് മൈക്ക് ഓണല്ലായിരുന്നു. ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ചക്ക ആ ഉരുളിയിലേക്ക് ഇട്ടിട്ട് ഈ കപ്പിന് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. ഈ വെള്ളം വറ്റി ഇതൊന്ന് വെന്തിട്ട് വേണം നമുക്ക് നെയ്യ് ഒഴിച്ചിട്ട് ഇത് വരട്ടാൻ കേട്ടോ. ക്ലിയർ ആയി ഞാൻ വിചാരിക്കുകയാണ്. അതായത് ഇനി ഇവിടെ ഇരുന്നിട്ടൊന്ന് ചൂടായി വരട്ടെ കേട്ടോ, എന്നിട്ട് കാണാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഞാനൊന്ന് ഇളക്കി വെച്ചതാണ് കണ്ടോ. ചക്ക ഇങ്ങനെ വെന്തിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിങ്ങനെ നെയ്ക്കകത്തൊന്നും കൂടെ വരട്ടെ. അത് വേണം നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. നമുക്ക് കുറച്ച് ശർക്കരപ്പാനി ഒഴിക്കാം കേട്ടോ. അരിച്ചൊക്കെ ഞാൻ വെച്ചിരിക്കുന്നതാണ്. അപ്പം ആദ്യം തന്നെ ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്. എല്ലാവരും അവരവരുടെ മധുരത്തിൻ്റെ ഭാഗമൊക്കെ നോക്കിയിട്ട് വേണം ഒഴിക്കാൻ. നമ്മളത് വീടുകളിലൊക്കെ ആകുമ്പോൾ ഈ തൂക്കമൊന്നും അല്ലല്ലോ, നമ്മളപ്പോൾ അങ്ങനെ അങ്ങോട്ട് വെയിറ്റൊന്നും നോക്കില്ലല്ലോ. അപ്പോൾ കുറച്ച് ശർക്കര ഉരുക്കിയിട്ട് അത് അവനവൻ്റെ ആവശ്യത്തിനുള്ളതാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ബാക്കിയുള്ളത് തണുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ, ശർക്കര ഇച്ചിരി ഉരുക്കിയതിരുന്നാലും. അപ്പോൾ ഇതിൽ കിടന്നൊന്നിങ്ങനെ വരണ്ട് വരട്ടെ. കുറച്ച് നന്നായിട്ട് ഇങ്ങനെ വരണ്ട് വരട്ടെ കേട്ടോ. ഇത് തുറന്ന് നോക്കാം. ഇതങ്ങനെ വരണ്ട് വന്നിട്ടുണ്ട്. നല്ലോണം ഇങ്ങോട്ട് വരണ്ടിട്ടില്ല, നല്ല മധുരമുള്ള ചക്കയാണ്. അപ്പോൾ ഞാനിങ്ങനെ കൂടുതൽ ഒരിത്തിരി നെയ്യൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് രണ്ടാം പാലൊന്ന് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് നമ്മൾ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് എളുപ്പമാണ് കേട്ടോ അത് വെക്കാൻ. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് പാലാണ് ഒഴിച്ചു കൊടുക്കണേ. ഒരുമിച്ച് അങ്ങ് ഒഴിക്കുകയല്ല, ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ബാക്കി കൂടെ ഒഴിക്കാൻ. സമയത്ത് നമ്മൾ മധുരം നോക്കുമ്പോൾ നമുക്ക് പോരാൻ തോന്നിയാൽ ഇത്തിരി കൂടെ ശർക്കരപ്പാനി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഓരോ വീടുകളിലേക്ക് പാകം അനുസരിച്ചൊക്കെ വേണം. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോണത് കുറച്ച് അവലാണ് കേട്ടോ. ഇതുപോലെ ഒരു ബൗളിന് ഒരു ബൗൾ അവലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് കിട്ടുമല്ലോ നല്ല നൈസായിട്ടുള്ള. ഇത് ഞാൻ കുതിർത്തിട്ടൊന്നുമില്ല, ഡയറക്റ്റായിട്ട് അങ്ങോട്ട് ചേർക്കുകയാണ്. നമ്മൾ ആ ഒരു ബൗള് അവലതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ഇളക്കി മിക്സ് ചെയ്ത് ഇതിൽ വേവട്ടെ. ഈ സമയത്ത് നമ്മൾ മധുരമൊക്കെ ഒരു ചെറിയ സ്പൂണിലൊന്ന് എടുത്ത് നോക്കിയിട്ട് നമുക്ക് പോരാൻ തോന്നുകയാണെങ്കിൽ നമ്മൾ ശർക്കരപ്പാനി വീണ്ടും ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. ഈ അവലൊക്കെ നമ്മൾ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചക്ക മാത്രമാകുമ്പോൾ ഇത് വളരെ ലൂസായി പോവും, തീരെ ഒരു കൊഴുപ്പ് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചിലർ നുറുക്കലരിയൊക്കെ വെള്ളത്തിലിട്ടിട്ട് അരച്ചാൽ ചേർക്കാറുള്ളത്. അവൽ ചേർക്കാം. അപ്പം ഞാൻ കുറച്ച് അവൽ ചേർത്തു എളുപ്പത്തിന്. ഇനി അത് അരയ്ക്കാനൊന്നുമില്ല. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ തിളച്ച് വരട്ടെ. അപ്പോൾ രണ്ടാം പാലിൻ്റെ ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം. ബാക്കി ഇതിലിരുന്ന ശർക്കരപ്പാനി കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് മധുരം പോരാ. അപ്പോൾ ഞാൻ ശർക്കരപ്പാനി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഞാനിത് അടച്ച് വയ്ക്കൂല,
ആദ്യം ഒരു തിള വരാൻ വേണ്ടി മാത്രമേ അടച്ചിട്ടുള്ളൂ. പായസം നമ്മൾ ഇങ്ങനെ അടച്ച് വെച്ച് വേവിക്കുന്നൊരു സാധനമല്ല. ചില സമയത്തൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മൂടി കൊടുക്കുന്നേ ഉള്ളൂ. പിന്നെ ഇതിൽ കിടന്നിട്ടൊന്ന് വരട്ടെ. എന്നിട്ട് വേണം ബാക്കി തേങ്ങാപ്പാലോട് ചേർക്കാൻ. ഇത്തിരി ഒന്ന് 2-3 തിളച്ചിട്ട് വേണം നമുക്കൊരു തുള്ളി പഞ്ചസാര കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ശർക്കര പായസത്തിനൊരു ലേശം പഞ്ചസാരയും കൂടി ഇടുമ്പോഴാണ് ആ മധുരം ഒരു രസമായിട്ട് വരുള്ളൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല പഞ്ചസാര ഇടണം. അപ്പോൾ എൻ്റെ അടുത്ത് കൽക്കണ്ട ഉണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ കൽക്കണ്ട അതിലേക്ക് ഇടുകയാണ് കേട്ടോ. കൽക്കണ്ടാണ് ഏറ്റവും നല്ലതുണ്ടെങ്കിൽ ചേർക്കാൻ. ഞാനതവിടെ ഇരിക്കണോണ്ട് അത് ചേർത്തു. ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി കേട്ടോ. അപ്പം അത് ഒന്ന് ചേർത്തു. ഇനി ഒന്ന് തിളച്ചൊന്നൊന്ന് വീണ്ടും ഒന്ന് മിക്സ് ആവട്ടെ, യോജിക്കട്ടെ. ഇതെല്ലാം തമ്മിലുള്ള ഈ യോജിക്കലാണ് ഈ പായസത്തിൻ്റെ രുചി കേട്ടോ. എല്ലാ പായസവും വെക്കുന്നത് ഏകദേശം ഒരുപോലെ തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഒരു മിക്സിങ്ങൊക്കെയാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. നമുക്കതിലേക്ക് കുറച്ച് ഏലക്കയും ജീരകവും ചുക്കും പൊടിച്ചത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ലാസ്റ്റ് നമ്മൾ ഇനിയും ചേർക്കും. ഞാനെന്നാലും പായസത്തിന് അതിങ്ങനെ വരട്ടണ നേരത്തും ഇട്ട് കൊടുക്കും. അതിൻ്റെ ഒരു ടേസ്റ്റ് അതിൽ പിടിക്കണതൊരു, നമ്മൾ ചക്കയൊക്കെ വരട്ടി വയ്ക്കുമ്പോഴൊക്കെ നന്നായിട്ട് അത് ചേർത്ത് വരട്ടിയിട്ടല്ലേ വെക്കുക. ചക്കയൊക്കെ നമ്മൾ വരട്ടി എടുത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ പായസം വെക്കാൻ നമുക്ക് എളുപ്പമാണ്. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള ഈ പാലൊഴിക്കണ പ്രോസസ്സൊക്കെ അങ്ങ് ചെയ്താൽ മതി, കുറേ കാലം ഇരിക്കുകയും ചെയ്യും. ഇപ്പം അതൊന്ന് ചേർത്തിട്ട് ഇനി അതൊന്ന് തമ്മിലൊന്ന് യോജിക്കട്ടെ കേട്ടോ. ഇപ്പം നമ്മുടെ വരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. തേങ്ങാപ്പാലും അതും കൂടെ ചേർന്നിട്ട് തന്നെ വരണ്ടിട്ടുണ്ട്. ബാക്കി പാലൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ തീ അങ്ങോട്ട് സിമ്മിലാക്കിയിട്ടാണേ, നല്ല വലിയ അടുപ്പിലാണ് വെച്ചിരിക്കുന്നത് ഫ്ലെയിം. അപ്പോൾ ഞാൻ തീ ഒന്ന് സിമ്മിലാക്കിയിട്ടാണ് പാല് ചേർത്തിട്ടുള്ളത്. എല്ലാവരും ഇളക്കുമ്പോഴൊക്കെ മേത്തേക്കൊക്കെ തെറിക്കാണ്ടൊക്കെ ശ്രദ്ധിക്കണം. പായസമാണ്, തിളച്ച് നന്നായിട്ട് തെറിക്കും. ഇത് 2 തിള തിളച്ചിട്ട് നമുക്ക് 1-ാം പാലും ഒഴിച്ച് ഓഫ് ചെയ്യാം കേട്ടോ. നമ്മളങ്ങോട്ട് ഇളക്കിയിട്ടാട്ടോ മിക്സ് ചെയ്യേണ്ടത്. നല്ല ഇളക്കി യോജിപ്പിച്ചാലേ കട്ടയൊന്നും ഇല്ലാണ്ട് മിക്സായി കിട്ടില്ല. എണ്ണ ഇങ്ങനെ ചൂടായി തുടങ്ങിയിട്ടുണ്ട്, നല്ലോണം കൂടെ ആയിട്ടില്ല. അപ്പം നാളികേരം ഇങ്ങനെ അത്യാവശ്യം മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് മൂത്തിട്ട് ഇത് ഇറക്കണ നേരം നോക്കിയിട്ട് നമ്മളിതിലേക്ക് എള്ള് ചേർക്കുകയുള്ളൂ. എള്ള് ഇതിൻ്റെ ചൂടിൽ അങ്ങനെ കിടന്ന് പൊട്ടിയാൽ മതി. ഇത് നല്ലോണം മൂത്തിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു. ഇതാ ഒരു ചെറിയ സ്പൂൺ എള്ളുണ്ട്, അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിൽ ആ ചൂടിൽ തന്നെ അതങ്ങനെ പൊട്ടും. അപ്പം നമ്മളിതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ എള്ളും നാളികേരവും അണ്ടിപ്പരിപ്പും. അപ്പോൾ നമ്മുടെ അടിപൊളി ചക്കപ്പായസം റെഡി ആയിട്ടുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പ് നാളികേരവും ഞാൻ ജാസ്തിയായിട്ട് വറുത്തിട്ടുണ്ട്, കാരണം ഇങ്ങനെ കടിക്കുന്ന ഒരു രസമാണല്ലോ. ഇത് എടുക്കുമ്പോൾ കാണിച്ചു തരാം. ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് അഭിപ്രായം പറഞ്ഞു തരാം കേട്ടോ. ഇതൊരു പാകൊത്ത കുറുകലുമാണ്, നല്ലോണം അങ്ങോട്ട് അപ്പം പോലെ ആയിട്ടില്ല. കഴിച്ചു നോക്കിയിട്ടൊരു അഭിപ്രായം പറയാം. അടിപൊളി ടേസ്റ്റാണ്. ചക്കപ്പായസത്തിൻ്റെ രുചി ഇപ്പം ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. നമുക്ക് വെറുതെ കഴിക്കാൻ തന്നെ ഇഷ്ടപ്പെട്ടൊരു സാധനമാണല്ലോ ചക്ക. അപ്പോൾ എല്ലാവരും പഴുത്ത ചക്ക കിട്ടുമ്പോൾ ഒരു പായസം വെച്ച് നോക്കുക. മറ്റ് പായസമൊന്നും ഉണ്ടാക്കണ പോലെ നമുക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസി ആയിട്ട് വെക്കാൻ പറ്റിയൊരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടിപൊളിയാണ് കേട്ടോ. ഞാൻ വെച്ചതുകൊണ്ട് ഞാൻ പറയല്ല, അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ പിന്നെ എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീണ്ടും കാണാം. ബൈ.